ഈ അടുത്ത കാലത്തായിട്ടൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് മുമ്പ് നല്ല ആക്റ്റീവായിട്ടിരുന്നവരാണ്, എല്ലാവരോടും സംസാരിച്ചിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഒരു പേടി പോലെ, ആൾക്കാരെയൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് തോന്നുക, ഒരു കോൺഫിഡൻസ് ഇല്ല, പുതുതായിട്ടൊരു കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫിഡൻസ് കുറവ് തോന്നുന്ന അവസ്ഥയോ സെൽഫ് ഡൗട്ടോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് മനസ്സ് വിഷമിച്ച് പോകുന്ന അവസ്ഥയോ ടെൻഷനോ ഒന്നും അനുഭവിക്കാത്തവരായിട്ട് ആരും കാണില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരുന്ന ആൾ, സോഷ്യലായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ പുറകോട്ടതിന് കാരണം? ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ലായിരിക്കും, ഒരുപാട് ഓവർ തിങ്കിങ് ചിലപ്പോൾ ഈയിടെ ആയിട്ടുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോലിയുടെ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്ന പോലെ നമ്മളിരുന്നിട്ട് ഒത്തിരി ഓവർ തിങ്ക് ചെയ്തു, എങ്ങും പോകാണ്ടിരുന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കി, ഓവർ തിങ്ക് ചെയ്യാൻ നോക്കി. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉറക്കക്കുറവാണ് നമ്മളെ ബാധിക്കുന്നത്, അതിന് കാരണം നമ്മൾ സ്ഥിരമായിട്ടൊരു ഉറങ്ങാൻ സമയം വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി അമിതമായിട്ട് ചെയ്തിട്ട് സമയം ഇതിനായിട്ട് ഉറക്കത്തിനായിട്ട് ഇല്ലാതെ പോകുന്നു, ഭാവിയെ പറ്റി വറി ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഫാക്ടേഴ്സ് എങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക, ഉറക്കം കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഓവർ തിങ്കിങ് ആണ് പ്രശ്നമെങ്കിൽ അതിൽ നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യവും ഇപ്പോഴത്തെ നമ്മുടെ റിയാലിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കും, നമ്മുടെ ഭാവിയെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെ പറ്റിയൊക്കെ ഒത്തിരി നമ്മൾ ചിന്തിക്കും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുമ്പം ചിലപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ ബെറ്റർ ആക്കാൻ നമ്മൾ നോക്കിയാൽ ഭാവി ശരിയായി വരാനായിട്ട് സാധ്യതയുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സമാധാനം കളയുന്ന രീതിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. ആ ഫാക്ടേഴ്സ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി സമാധാനം തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ പറ്റും. ഇത് എന്നും നിലനിൽക്കുന്ന കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫേസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു പ്രത്യേക പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫേസിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം ബെറ്റർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ, ഇത് സത്യമാണോ, അതോ ഞങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ബെറ്റർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.